ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഉച്ചവിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നെയ്ച്ചോറും സലാഡും പിന്നെ കോളിഫ്ലവർ കൊണ്ട് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനു വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തു. അത് നന്നായി വഴറ്റി മൂപ്പിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത് ഒന്ന് മൂത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് തന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ സ്പൈസസ് കറുവപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ റൈസ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി റൈസ്, ജീരകശാല റൈസാണ്. അത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. വേവിക്കുമ്പോൾ ഞാനതിൽ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം പൊടിയായി അരിഞ്ഞ് ചേർത്തിരുന്നു അരിയിൽ വേവിക്കുമ്പോൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നന്നായി നെയ്യ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് ഒരു മാറ്റി വെച്ചില്ല സവാള, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് കറി ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ അരിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സവാള ഇട്ട് നന്നായി വഴറ്റിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 2 എടുത്തു. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ അതിനിടയിൽ ഞാൻ കോൺഫ്ലവർ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. പിന്നെ അതിനിടയിൽ ഞാൻ ഉപ്പും കൂടി ചേർത്തിരുന്നു, അത് വീഡിയോ മിസ്സായതാണ്. പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി അതിൽ ഒഴിച്ചു. പിന്നെ നമ്മളെ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ച് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കി കൊടുക്കുക. അവസാനം കറിവേപ്പില ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ സലാഡിനുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തു. പിന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുക്കുംബറൊക്കെ വേണമെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാം. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഉച്ച ഭക്ഷണം. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ എന്താ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.